അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിന്റെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടും പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടും ദുആ ചെയ്യണം ഇത്ത എന്ന് പറഞ്ഞ ഒരുപാട് കമന്റ്സുകളുണ്ട്. അതിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് മാറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക. അപ്പൊ ഇൻഷാ അള്ളാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വളരെ വളരെ പെട്ടെന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞാൻ ഈ പറയുന്ന ഈ അമല് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കും ഇനി എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും എല്ലാം പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിഫൈ ഷെയ്ഖ് തങ്ങൾക്ക് വേണ്ടിയിട്ട് 21 രാത്രി നിയത്താക്കി ഓതുക. അത് 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത് ഓതുക. റിഫായ് ഷെയ്ഖ് തങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 21 യാസീൻ ഓതിയേക്കാം. അതും 3 ദിവസത്തിനുള്ളിൽ തന്നെ ഓതി തീർത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എപ്പം പറ്റുന്നു ഓതി തീർക്കുക. അല്ലെങ്കിൽ 2 ആണോ 3 ആണോ 4 ആണോ അത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ ഓതി തീർത്തേക്കാം. എൻ്റെ ഇന്ന ആഗ്രഹം സാധിച്ചു തരണം. റിഫായ് ഷെയ്ഖ് തങ്ങളുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ ഇന്ന ആഗ്രഹം സാധിച്ചു തരണം എന്ന് നിയത്താക്കി ഓതുക. ഓതേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാല് നമ്മളെപ്പോൾ ഏത് നമസ്കാരത്തിന് ശേഷമാണ് നമുക്ക് സമയമുള്ളത് ആ നമസ്കാരത്തിന് ശേഷം ആ നിസ്കാരപ്പായയിൽ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എവിടെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് ചെല്ലുക. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ, സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമയത്ത് ഒച്ച ചെയ്ത് തീർത്തേക്കാം എന്ന് വെച്ച് ഓതണ്ട. ഏതെങ്കിലും സമാധാനത്തോടു കൂടി ഇരിക്കുന്നത് എവിടെയാണോ എപ്പോഴാണോ അന്നേരം മാത്രം ഇത് ഓതുക. ഇത് ഓതി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിയത്ത് വെക്കുക. നിയത്ത് വെച്ചതിന് ശേഷം 3 ഫാത്തിഹ, 3 ഖുൽ ഹുവല്ലാഹ്, 3 ഫലക്ക്, 3 നാസ് ഇത് എല്ലാം 3 പ്രാവശ്യം ഓതിയതിനു ശേഷം യാസീൻ ഓതി തുടങ്ങുക. ഇപ്പൊ സുബഹി നമസ്കാരത്തിന് ശേഷം യാസീൻ ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേരം എന്തായാലും ഓതി തീർക്കാൻ പറ്റില്ല ഈ 21 എണ്ണവും കൂടി. അതുകൊണ്ട് സുബഹിക്ക് 3 എണ്ണം ഓതുവാണെങ്കിൽ ളുഹറിന്, പിന്നെ അസറിന് 2 എണ്ണം, അങ്ങനെ ഇശായ്ക്ക് 1 എണ്ണം, അങ്ങനെ നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ നിങ്ങൾ ഓതി 21 യാസീൻ പൂർത്തിയാക്കുക. ഇൻഷാ അല്ലാഹ് 3 ദിവസത്തിനുള്ളിൽ തന്നെ എന്തായാലും നിങ്ങളുടെ എന്ത് പ്രശ്നമായാലും അതിനുള്ള ഒരു പരിഹാര മാർഗം നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. അല്ലാഹു തആല ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതെല്ലാം ഓതുന്നു എന്നിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു ബർക്കത്തും ഐശ്വര്യവും ലഭിക്കുന്നില്ല എന്ന്. കാരണം നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സമയമായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഓതുന്നതും എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള സമയമായിട്ടില്ല. എന്തായാലും നിങ്ങളുടെ സമയത്തിൽ അതെന്തായാലും നിങ്ങളുടെ കയ്യിൽ തന്നെ അത് എത്തിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം. കുറച്ച് മനസ്സിന് കുറച്ച് ക്ഷമ കൊടുക്കുക. എന്തായാലും എനിക്ക് കിട്ടും എന്നുള്ള ഒരു ബോധ്യം മനസ്സിനെ കൊണ്ടുവരും. പിന്നീട് ഒരു കാര്യം പറയേണ്ടത്, ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആരും പോയി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് പറഞ്ഞ് ഇത് ചെയ്ത് നോക്കിയേക്കാം എന്ന് പറഞ്ഞ് ആരും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്താൽ എൻ്റെ അല്ലാഹു സുബ്ഹാനഹു തആല ഇത് തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ. അല്ലെങ്കിൽ ഇത് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപയോഗവുമില്ല. വെറുതെ സമയം കളയാമെന്നല്ലാതെ ഒരു ഉപയോഗവുമില്ല. അതുകൊണ്ട് മനസ്സിൽ ദൃഢമായ ഒരു വിശ്വാസം എടുത്തതിന് ശേഷം മാത്രം ഇത് ഓതുക. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. എത്ര ബുദ്ധിമുട്ടുള്ള ജീവിതമായിക്കോട്ടെ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ഹൈറും ബർക്കത്തുമാണ് ലഭിക്കാൻ പോകുന്നതെന്ന് അറിയാവൂ. എത്ര കുരുങ്ങിക്കിടക്കുന്ന ജീവിതമായാലും എത്ര ഊരാ കുടുക്കായാലും ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കതെല്ലാം നീങ്ങി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എന്ത് സമയം കിട്ടിയാലും. ഇപ്പൊ എല്ലാവരും പറയുന്നു എനിക്ക് ഈ യാസീൻ ഓതാൻ കഴിയത്തില്ല എന്നൊക്കെ. അതിനുള്ള സമയമില്ല, എനിക്ക് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇപ്പൊ എന്തെങ്കിലും ഒരു കല്യാണം വരികയാണെങ്കിൽ, ഒരു ദിവസം ഒരു കല്യാണം വരും, നിങ്ങൾ അന്നത്തെ ജോലി എല്ലാം പെട്ടെന്ന് തീർത്ത് ആ കല്യാണത്തിന് പോകാൻ റെഡി ആകില്ലേ? അതുപോലെയുള്ളൂ. അതുപോലെയുമല്ല, അതിലും നമ്മുടെ ജീവിതത്തിലെ ഒരു മഹത്വമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വീട്ടിലെ ജോലികളൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തീർത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി ഇരിക്കുക. മക്കളുള്ളവരാണെങ്കിൽ അവരെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം, അല്ലെങ്കിൽ കുഞ്ഞുമക്കളാണെങ്കിൽ അവരെ ഉറക്കിയതിന് ശേഷം, എങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ
കാര്യമാണ്. നമ്മൾ വേണം സമയം കണ്ടെത്തേണ്ടത്. നമ്മുടെ ജീവിത പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ വേണം അതിനുള്ള സമയം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ എത്ര ജോലി തിരക്കാണെങ്കിൽ പോലും കുറച്ച് സമയം സലാത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക. നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും വന്ന് ചെയ്യുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഞാനത് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ബാക്കിയുള്ളവരിലേക്കും ഇത് എത്തുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.